1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. അപ്പൊ നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് തരും എന്ന് വെച്ചാ നിങ്ങൾ കുറെ ആഡൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒന്ന് വേഗം തിരഞ്ഞെടുക്കും. ഓക്കെ, വെള്ളരിക്ക ആലീസ് എടുത്തു. ഇനി ആ വെള്ളരിക്ക ആലീസ് ജനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കണം പറഞ്ഞിട്ട്. ഹായ് ഗായ്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു അടിപൊളി വെള്ളരിക്കാണ് കേട്ടോ. ഈ വെള്ളരിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവരുടെ മെയിൻ കൺസേൺ ആണ് നമ്മുടെ സ്കിന്ന് നന്നാക്കുക എന്നുള്ളതല്ലേ. നമ്മുടെ ഡാർക്ക് സ്പോട്ട് ആയിക്കോട്ടെ, റിങ്കിൾസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പെട്ടെന്ന് ഏജ്ഡ് ആവുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും എല്ലാവരും അതിനെ പറ്റി ഭയങ്കര വറീഡാണ്. അപ്പം അതിനെ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് ഈ കാണുന്ന വെള്ളരിക്ക. നിങ്ങൾ വെള്ളരിക്ക മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പച്ച വൈറ്റുമായിട്ടുള്ളത് മാത്രം മേടിച്ചപ്പോൾ കുറച്ച് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടോ, കുറച്ച് പഴുത്തൊരു വെള്ളരിക്ക മേടിക്കണം. നമ്മൾ ഈ വെള്ളരിക്ക മേടിക്കുന്നത് രണ്ടായിട്ട് മുറിക്കുന്ന അതിൽ നല്ലൊരു പീസ് നോക്കി എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കുറച്ച് തൈരും കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് മുഖത്ത് തേച്ച് കഴിഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി ഗ്ലോ ആയിരിക്കും നിങ്ങളുടെ ഫേസിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് എന്റെ വീഡിയോ കണ്ടിട്ട് വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നമുക്ക് നിത്യ ചേച്ചിയുടെ പേരും കൂടെ പറയാൻ. കാര്യം ചേച്ചി എന്റെ ഈ ഒരു വെള്ളരിക്കയുടെ ഈ ഒരു പ്രോഡക്റ്റ് കണ്ട് മേടിച്ചിട്ട് സ്ഥിരം ഉപയോഗിച്ച് ഒരുപാട് റിവ്യൂസ് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. സോ ആരും മറക്കണ്ട, പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കോമന്റ്സിൽ എന്നെയും നിത്യ ചേച്ചിനും പ്രത്യേകം ടാഗ് ചെയ്യണ്ട. സച്ചിന് ഞാൻ തരാൻ പോണത് വളരെ വലിയ സാധനമാണ്, മത്തങ്ങ. ഇത് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. കുഴപ്പമില്ല, നോക്ക്, ഇത്ര മാത്രം മനസ്സിൽ കാണും. ഇതൊരു പരിപാടിയാന്ന് വിചാരിക്കരുത്. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്നൊരു വാക്കുണ്ടല്ലോ, അതിലങ്ങോട്ട് തുടങ്ങിയാ മതി. അല്ല, എന്നാല് പൈനാപ്പിൾ ആണോ? പൈനാപ്പിൾ ജ്യൂസിനെ പറ്റി പറയൂ സാർ. ഇതെന്താ സാർ? ഇത് എന്താണ്? ഇത് പൈനാപ്പിൾ ആണ് സാർ. ഭയങ്കരമായ വയറുവേദനയ്ക്ക് പൈനാപ്പിൾ നല്ലതാണോ? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നോക്കൂലിത് ഞാൻ കരയും. അപ്പൊ പണിഷ്മെന്റ് ഞാൻ ജീവിതത്തിൽ ഇത്രയും ചമ്മി നിൽക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. കാണിച്ചു തന്നതിന് ഫ്ലവേഴ്സ് ചാനലിനോട് പ്രത്യേകം നന്ദി. സാധാരണ ഇതുപോലെ ഏതെങ്കിലും സാഹചര്യത്തില് എന്നെയാണ് ഇങ്ങനെ ചമ്മി നാട്ടി നിർത്താറ്. അപ്പൊ എന്റെ സജിനെ തോറ്റുപോയില്ലേ? പണിഷ്മെന്റ് എന്തായാലും അത് പണിഷ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ തരാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വടക്കൻ വീരഗാഥയിലെ മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് മമ്മൂക്കയുടെ സ്റ്റൈലിൽ സജിൻ പറയണം. നോക്കി വായിക്കണം. പറയുന്ന പോയിട്ട് ഇത് വായിക്കുന്നവരെ എനിക്ക് കുഴപ്പമില്ല, നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഓക്കെ, സ്റ്റാർട്ട്. അക്ഷരങ്ങൾ കൂട്ടി വായിച്ചോ. ഇരുവേണി അടിമൂലിയാണി വെച്ച് അല്ലല്ല, ഇതുവരെ വായിച്ച എന്താ നോക്കട്ടെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പടച്ച. കണ്ടിന്യൂ. പെൻകോരം കൊണ്ട് ചുരിക വിളക്കാൻ കോലൻ പതിനോട്ട് 16 പൊൻപണം കൊടുത്തവൻ ചത്തു. ന്യായം കണ്ടു. അടുത്തത് ചോദിച്ചപ്പോൾ മറന്നു പോയി ഞാൻ. ഏനല്ല എന്ന് കളവു പറത്തവൻ പറഞ്ഞവൻ ചത്തു. ചത്തു. കൊൻപിക്കാൻ എത്ര നേരം ചത്തു. അവിയൽ ഉണ്ടാക്കിയത്
ചന്തുവിനെ തോപ്പിക്കാൻ ആ ഒരു വാക്കെങ്കിലും പറ. ചന്തുവിനെ തോപ്പിക്കാനാവില്ല കൈ മക്കളെ. മാത്രം ഇങ്ങനെ വെച്ചാൽ മതി. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ഓക്കെ, സജിൻ ഭയങ്കര സജിന് പിന്നെ മലയാളം അറിയില്ലല്ലോ, സജിൻ പഠിച്ചതൊക്കെ വേറെ ഇതെല്ലാം ആയതുകൊണ്ട് ഓക്കെ നമുക്ക് സമ്മതിക്കാം. എന്തായാലും ആലീസിന് മലയാളം നന്നായിട്ട് അറിയാം, വായിക്കാനൊക്കെ അല്ലെ? അറിയാം. അപ്പം ആലീസിനോട് ചെറിയൊരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നമ്മളുടെ മലയാള മാസം ഒന്ന് പറഞ്ഞോളൂ. കന്നി. കന്നിയില്ലേ? ഫസ്റ്റ് തുടങ്ങുന്ന ഏതിലാ? തുടക്കം അറിയില്ല, ഓർഡർ അറിയില്ല. കന്നി, തുലാം, വൃശ്ചികം, കുംഭം, ധനു, മേടം, ഇടവം, കർക്കിടകം, ചിങ്ങം. എത്ര മാസം ഉണ്ട്? 9 ഉള്ളൂ? അല്ലല്ല 12. ഇനി 3 കൂടെ ഉണ്ട്. ഇനി സച്ചിന് ഹെൽപ്പ് ചെയ്യാം. രോഹിണി. രോഹിണി നക്ഷത്രാണ്. തുലാം. 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 വേറെ ഏതാ? ഒരെണ്ണം പറയോ? ഓക്കെ, എന്നാ സച്ചിൻ ഒരു കാര്യം ചെയ്യും, നാള് പറ. 10 നാള് പറ. വിശാഖം. അങ്ങനല്ല, കറക്റ്റ് ആ ഫോമില്. എനിക്ക് എന്റെ നാളറിയാം. അറിയാന്നുള്ള പറ. വിശാഖം, ഔട്ടം, നേരെ വിട്ടാണോ? ഔട്ടം, മൂലം. ഓക്കെ, ആലീസ് പറ. അശ്വതി, രോഹിണി, ഭരണി. അശ്വതി, ഭരണി, രോഹിണി, കാർത്തിക. കാർത്തിക. അശ്വതി, ഭരണി, കാർത്തിക. അശ്വതി, ഭരണി, കാർത്തിക, മേടം. അല്ല. അശ്വതി, ഭരണി, കാർത്തിക, ആയില്യം, പൂരം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മതി. 2 പേരും 2-ല് തോറ്റു. ചേച്ചിക്ക് അറിയോ? എനിക്കറിയില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, പുണർദം. പിന്നെന്തായിരുന്നു? തെറ്റിയല്ലോ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, പുണർദം, ആയില്യം, മകം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഓ, അടിപൊളി.